Hello everyone, welcome to day 2 with English Mirror. Today we are going to learn the usage of had. ഇന്നലെ നമ്മൾ has and have എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പഠിച്ചത്. Has and have എന്ന് പറയുന്നത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ has or have ഉപയോഗിക്കുന്നത്. ബട്ട് ഹാഡ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിനെ കൺവേ ചെയ്യാനാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. We can look into that with examples. First example is I have a car. have ന്റെ യൂസേജ് ആണ് അവിടെ പറയുന്നത്. I have a car. എനിക്കൊരു കാർ ഉണ്ട് എന്നാണ് പറയുന്നത്. And next sentence is he has a car. അവനൊരു കാർ ഉണ്ട്. അവിടെയും ഇപ്പൊ ഉള്ള കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ അടുത്തൊരു സെന്റൻസ് നോക്കൂ. I had a car. I sold it last year. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ലാസ്റ്റ് ഇയർ വിറ്റ് കളഞ്ഞു. Got it? അപ്പോ അവിടെയാണ് ഹാഡിന്റെ യൂസേജ് വരുന്നത്. ഉണ്ടായിരുന്ന ഒരു കാര്യം അത് കംപ്ലീറ്റ് ആയി, പാസ്റ്റ് ടൈമിൽ അത് കംപ്ലീറ്റ് ആയി, കഴിഞ്ഞു പോയ കാലത്തില് അത് കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാഡ് ഉപയോഗിക്കുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആൻഡ് ഐ വിൽ ഗിവ് യു വൺ മോർ എക്സാമ്പിൾ. ഹി ഹാഡ് എ കാർ. അവനൊരു കാർ ഉണ്ടായിരുന്നു. Then next one. He has an interview today. ഇന്നത്തെ കാര്യം പറയാണ്. He has an interview. അവന് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ബട്ട് അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയ ഒരു ഇന്റർവ്യൂവിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? He had an interview എന്നാണ് പറയുന്നത്. Got it? And next one, we have a business in Dubai. ഞങ്ങൾക്ക് ഇപ്പോഴും ദുബായിൽ ബിസിനസ് റണ്ണിങ് ആണ് എന്ന് പറയുന്നതാണ് we have a business in Dubai. ബട്ട് ബിസിനസ് ഉണ്ടായിരുന്നു, അത് സെറ്റിൽ ചെയ്തു എന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? we had a business in Dubai. അതായത് ബിസിനസ് ദുബായിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയ ഇയേഴ്സിലല്ല, കഴിഞ്ഞു പോയ മന്ത്സിലല്ല, കഴിഞ്ഞു പോയ വീക്സിൽ ഉണ്ടായിരുന്നു, അത് ഇപ്പൊ ഇല്ല. അതിനെ കാണിക്കാനാണ് നമ്മൾ we had a business in Dubai എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് പോസിറ്റീവ് സെന്റൻസസ് കൂടി നമുക്ക് നോക്കാം. I had a bike in college. എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു കോളേജിൽ. He had a project last week. അവന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. നെക്സ്റ്റ് വൺ, we had a holiday yesterday. ഇന്നലെ ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു, ബട്ട് ഇന്ന് വർക്കിംഗ് ഡേ ആണ്. നെക്സ്റ്റ് വൺ, they had a shop in Mumbai. അവർക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു മുംബൈയിൽ, ഇപ്പോ ഇല്ല. She had a gold chain but sold out. അവൾക്ക് ഒരു ഗോൾഡ് ചെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് വിറ്റ് കളഞ്ഞു, ഇപ്പൊ ഇല്ല. ഇനിയും നെഗറ്റീവ് സെന്റൻസ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന എങ്ങനെയാണ് അതിന്റെ ഒരു ട്രിക്ക് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹാഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ഹാവിനെയാണ് നമ്മൾ ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡിന് ഉപയോഗിക്കുന്നത്. സോ ഹാഡ് നോ എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് ഹാവ് ആണ്. ദാറ്റ് ഈസ് ഡിഡിന്റ് ഹാവ് എന്ന് പറയും. ഉണ്ടായിരുന്നില്ല, ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി. അപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി. നമുക്കത് നോക്കാം സെന്റൻസസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഐ ഹാവ് എ കാർ, ഐ ഹാവ് നോ കാർ. അത് നമ്മൾ സ്പോക്കൺ രീതിയിൽ പറയുമ്പോഴാണ് ഐ ഹാവ് നോ കാർ. നമ്മൾ സിംപ്ലി പറയുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് എ കാർ. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ ഐ ഡു നോട്ട് ഹാവ് എ കാർ എന്നാണ്. അതൊരു ഫോർമൽ വേ ഓഫ് സ്പീക്കിംഗ് ആണ്. ഐ ഹാവിൻറ്റ് ഗോട്ട് എ കാർ എന്ന് പറയുന്നത് ഇൻഫോർമൽ രീതിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ അതുപോലെ തന്നെ നമ്മൾ ഹാഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാ പറയുക? ഹി ഡിഡിന്റ് ഹാവ് എ കാർ. ഡിഡിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? ഹാഡ് നോട്ടിനെയാണ് നമ്മൾ ഡിഡിന്റ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും സെന്റൻസസ് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഫ്യൂ മോർ എക്സാമ്പിൾസ് ആർ ഗിവൻ ഹിയർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹാഡ് ഇൻ ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് ഹാഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഹാഡ് ഇൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഡു യു ഹാവ് ആൻ ഇന്റർവ്യൂ ടുഡേ. ഇന്ന് നിനക്കൊരു ഇന്റർവ്യൂ ഉണ്ടോ? ഡു യു ഹാവ് എന്നാണ് ചോദിച്ചത്. സീ ദ നെക്സ്റ്റ് വൺ, ഡിഡ് യു ഹാവ് ആൻ ഇന്റർവ്യൂ യെസ്റ്റർഡേ. ഡിഡ് യു എന്ന് പറയുമ്പോൾ തന്നെ പാസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി തിരക്കുന്നതാണ് ഡിഡ് യു എന്ന് ചോദിക്കുന്നത്. ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ, ഡസ് ഹി ഹാവ് ആൻ ഇന്റർവ്യൂ ടുഡേ. ഡസ് ഹി ഹാവ് എന്ന് പറയുന്ന ഡസ് എന്ന് കാണുമ്പോൾ തന്നെ പ്രസന്റ് ആണെന്ന് മനസ്സിലാവും അല്ലേ? ഡസ് ഹി ഹാവ് ആൻ ഇന്റർവ്യൂ ടുഡേ. And few more examples are given here. Did you have a book to read last night? Did he have any work yesterday?
Did they have a reason to stay late? എന്താണ് ഡിഡിന്റെ യൂസേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാവ് നോട്ട് അല്ലെ പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെന്റൻസസ് ആണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂസിങ് ഹാഡ് വേഴ്സസ് ഡിഡിൻറ്റ് ഹാവ് ആണ്. ഐ ഹാഡ് എ ചാൻസ് ടു മീറ്റ് ഹിം യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ അയാളെ കാണാൻ ഒരു ചാൻസ് കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെന്റൻസ് ഉണ്ട്. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. എങ്ങനെ പോസിറ്റീവ് സെന്റൻസ് ആയി? നോട്ട് അതിനകത്ത് വരുന്നില്ല. നോ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് അതിനകത്ത് വരുന്നില്ല. നെക്സ്റ്റ് വൺ, ഐ ഡിഡ്ന്റ് ഹാവ് എ ചാൻസ് ടു മീറ്റ് ഹിം യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ അവനെ കാണാനുള്ള ചാൻസ് കിട്ടിയേയില്ല എന്ന് പറയുന്നത് എന്താണ്? ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് ആണ്. ഓക്കെ, that is it. So the negative sentence കൂടിയാണ്. So such examples are given here. She had a laptop last year. ഉണ്ടായിരുന്നു. She didn't have a laptop last year. അവൾക്ക് ഉണ്ടായിരുന്നില്ല. അത് നെഗറ്റീവും പോസിറ്റീവും സെന്റൻസസ് ആണെന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് കോൺവെർസേഷണൽ എക്സാമ്പിൾസ്. അതായത് കോൺവെർസേഷണൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് രണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതിനാണ് നമ്മൾ കോൺവെർസേഷണൽ എക്സാമ്പിൾ അല്ലെങ്കിൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. First one is Meena. Did he have a question after the session? Ramu: no, he didn't have any questions. Salman: did they have lunch together yesterday? Jyoti: yes, they had a great meal at a new restaurant. See the first example. Meena: did he have any questions after the session? അയാൾക്ക് questions എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നാണ് രാമുവിനോട് ചോദിക്കുന്നത്. What is Ramu's reply? No, he didn't have any questions. അയാൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ എന്താണ് ഉപയോഗിച്ചത്? ഡിഡ് ആണ്. ഡിഡ് പ്ലസ് നോട്ട് ആണ് അവിടെ ഉപയോഗിച്ചത്. സെയിം ലൈക്ക് നെക്സ്റ്റ് സെന്റൻസ് ഓൾസോ. സൽമാൻ: did they have lunch together yesterday? അയാൾക്ക് സൽമാൻ ചോദിക്കുകയാണ് അവര് ഒന്നിച്ചാണോ ലഞ്ച് കഴിച്ചത്? വാട്ട് ഈസ് ജ്യോതി റിപ്ലൈങ്? യെസ്, ദേ ഹാഡ് എ ഗ്രേറ്റ് മീൽ അറ്റ് എ ന്യൂ റെസ്റ്റോറൻറ്റ്. അവർ ഒന്നിച്ചാണ് പുതിയതായി ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചത്. ദാറ്റ് ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് കോൺവെർസേഷണൽ ലാംഗ്വേജ് ഓർ കോൺവെർസേഷണൽ സ്പീച്ച്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാവും ഹാഡും എങ്ങനെയാണ് ഒരു വെർബ് ഫോമിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ്. നമ്മളത് ഗ്രാമാറ്റിക്കൽ രീതിയിൽ പഠിച്ചു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊരു വെർബ് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനെയും ലൈക്ക് ഈറ്റിംഗ്, ജമ്പിങ്, സ്ലീപ്പിംഗ്, റണ്ണിങ്, നമ്മൾ ചെയ്യുന്ന എന്ത് ആക്ഷൻസിനെയും നമ്മൾ വെർബ് എന്നാണ് പറയുന്നത്. സോ ഹാവിനെയും ഹാഡിനെയും എങ്ങനെ വെർബായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗോട്ട് ഇറ്റ്? See the first word written there. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നോക്കുമ്പോൾ, ബട്ട് സ്റ്റിൽ ലിസൺ ടു മൈ വോയിസ്. ഈറ്റ് എന്ന് പറയുന്നത് ഹാവ് എന്ന് പറഞ്ഞ ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണല്ലേ, നമ്മളൊരു ആക്ഷൻ ആണ്. അതിനെ നമുക്ക് ഹാവ് ആയിട്ടും നമുക്ക് സെന്റൻസിൽ ഉപയോഗിക്കാം. കഴിക്കുക എന്ന് പറയാം. എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ്. എയ്റ്റ് എന്ന് പറയുന്നത് ഈറ്റ്, ate and eaten. ഇതാണ് വെർബിന്റെ 3 രൂപങ്ങൾ. അപ്പൊ ഫസ്റ്റ് രൂപമായിട്ട് ഹാവ് ഉപയോഗിക്കാം. സെക്കൻഡ് രൂപം എയ്റ്റിന് പകരം നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ലെറ്റ് ഇറ്റ് ബി ദെയർ, വിൽ സ്റ്റഡി ലേറ്റർ. ഓക്കെ, സോ ഹാവ് എന്ന് പറയുന്നത് ഈറ്റും ഹാഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പാസ്റ്റുമാണ്. Now we can look into the examples. Come and eat your breakfast. വരൂ, ഇരുന്ന് ഭക്ഷണം കഴിക്കൂ, രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കൂ എന്നാണ് come and eat your breakfast എന്ന് പറയുന്നതിലൂടെ കിട്ടുന്നത്. See the next sentence. Come and have your breakfast. വരൂ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കൂ. രണ്ടും സെയിം മീനിങ് ആണ്. ബട്ട് ഈറ്റും ഹാവും ആയി എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ബോത്ത് ആർ വെർബ്. വെർബ് ആയിട്ട് നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. ഒരു മീനിങ്ങിന് ചേഞ്ചും ഇല്ല. See the next sentence. Today I ate breakfast at 8 o'clock. അതായത് ഞാൻ ഇന്ന് 8 മണിക്ക് ഭക്ഷണം കഴിച്ചു. പാസ്റ്റ് കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന വേർഡ് ഏതാ? ഹാഡ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 8ന് പകരം ഹാഡ് ഉപയോഗിക്കുക. ദാറ്റ്സ് ഇറ്റ്. Today I had breakfast at 8 o'clock. 8ന് പകരം നമ്മൾ ഹാഡ് ഉപയോഗിച്ചു and the sentence is done. See the next one. I ate a biryani last night. ഞാൻ ഇന്നലെ രാത്രി ബിരിയാണി കഴിച്ചു എന്നാണ് പറഞ്ഞത്. പാസ്റ്റ് കാര്യമാണ്. സോ ഐ ഹാഡ് എ ബിരിയാണി ലാസ്റ്റ് നൈറ്റ് എന്നാണ് ആ ഒരു 8നെ മാറ്റി ഹാഡ് റീപ്ലേസ് ചെയ്തപ്പോൾ കിട്ടിയത്. See the next sentence. I drank some juice this morning. ഇന്ന് ഞാൻ കുടിച്ചു എന്നാണ് പറയുന്നത്. I drank some juice this morning.
അത് ഞാൻ പറയുന്നത് ഉച്ചയ്ക്കായിരിക്കും, ബട്ട് രാവിലത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാവിലെ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഡ്രാങ്ക്. അപ്പൊ ഡ്രാങ്കിനെ മാറ്റിയിട്ട് അവിടെ ഹാഡ് പ്ലേസ് ചെയ്യുമ്പോൾ എന്താ വരിക? ഐ ഹാഡ് സം ജ്യൂസ് ദിസ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ ജ്യൂസ് കുടിച്ചായിരുന്നു. സെയിം മീനിങ് ആണ് വെർബില്. വെർബ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒരു ഫോം എടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ചൊരു ചെറിയ ടിപ്സ് പോലെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ ഓർത്ത് വയ്ക്കണം. യെസ്റ്റർഡേ നൈറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കില്ല, ലാസ്റ്റ് നൈറ്റ് എന്നേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ ടുഡേ മോർണിംഗ് എന്ന് ഉപയോഗിക്കില്ല, ദിസ് മോർണിംഗ് എന്നേ ഉപയോഗിക്കുള്ളൂ. ടുഡേ മോർണിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്, ഞാൻ ഉച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. ബട്ട് ടുഡേ മോർണിംഗ് എന്ന് ഉപയോഗിക്കില്ല, ദിസ് മോർണിംഗ് എന്നേ ഉപയോഗിക്കുള്ളൂ. ദാറ്റ് ഇസ് ദ എൻറ്റയർ തിങ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഹിയർ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഹാവ് ഹാഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് സെന്റൻസ് നോക്കാം. ഹാവ് യു ഹാഡ് യുവർ ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു സെന്റൻസ് മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടെ പാസ്റ്റ് രീതിയിലാക്കാൻ പോവാണ്. ഹാവ് യു ഈറ്റൻ യുവർ ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ആ ഒരു ഹാഡിനെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, ഈറ്റ് എന്ന് പറയുന്ന വെർബിന് ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ എന്നാണ് വരുന്നത്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഈറ്റൺ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. ആൻഡ് ഇറ്റ്സ് ദ ടൈം. അതായത് ഹാഡ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞായിരുന്നു, ഭക്ഷണം കഴിച്ച് കംപ്ലീറ്റ് ചെയ്തു, അതിനെയാണ് നമ്മൾ ഈറ്റൺ എന്ന് പറയുന്നത്. ഡിഡ് യു ഹാവ് ഫുഡ്? ആ ഒരു ടൈമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഡിഡ് യു ഹാവ് ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ലൈക്ക് അറ്റ് വാട്ട് ടൈം ഡിഡ് യു ഹാവ് യുവർ ഫുഡ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ അപ്പം നമ്മൾ ആൻസർ ആയിട്ട് പറയുന്നത് യെസ് ഐ ഹാഡ് മൈ ഫുഡ് എന്നായിരിക്കുമല്ലോ പറയുന്നത്. അറ്റ് മോർണിംഗ് അല്ലെങ്കിൽ അറ്റ് 10 o'clock, ഡ്യൂറിങ് ദ കോൺവെർസേഷൻ, ഡ്യൂറിങ് ദ മീറ്റിംഗ് എന്നൊക്കെ പറയാമല്ലോ നമുക്ക്. സോ ടൈമിനെ സൂചിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണത്. ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ് അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ് ഫുഡ് എന്ന് ചോദിക്കുന്നത് നമുക്ക് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. ബട്ട് ഈറ്റും ഹാവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്. യെസ് ഐ ഹാഡ് ഫുഡ്, യെസ് ഐ ഹാഡ് ഈറ്റൻ ഫുഡ്, യെസ് ഐ ഹാഡ് ഫുഡ് അറ്റ് 7 PM, യെസ് ഐ ഏറ്റ് ഫുഡ് അറ്റ് 7 PM. ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടൈം 7 PM അല്ലെങ്കിൽ 8 PM എന്ന് വേണമെന്നില്ല. മോർണിംഗ്, ഈവനിങ് അല്ലെങ്കിൽ ഒരു സീസൺ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ കഴിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്.